चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद्भागवतम പഞ്ചമസ്കന്ധം രണ്ടാമത്തെ അധ്യായം ആത്മീന്ദ്ര മഹാരാജാവിന്റെ കർമ്മങ്ങൾ. ശ്ലോകം 16 മുതൽ 20 വരെ വായിക്കാം. നത്വാം ത്യജാമി ദയിദം ദ്വിജദേവദത്തം യസ്മിൻ മനോ ദൃഗവിനോ ന വിയാതി ലഗ്നം മാം ചാരു ശൃംഗ്യർഹസി നേതുമനുവ്രതം തേ ചിത്തം യദ പ്രതിസരന്തു ശിവാ സചിവ്യഃ. ശ്രീശുക ഉവാച ഇതി ലലനാനുനയനാദിവിശാരദോ ഗ്രാമ്യവൈദഗ്ധ്യയാ പരിഭാഷയാ താം വിബുധവധും വിബുധമതി അതിസഭാജയാമാസ. സാ ചാതതസ്തസ്യ വീരയുധ പദേർബുദ്ധി ശീലാരൂപാ വയശ്രിയൗദാര്യേണ പരാക്തിത്തമനാസ്തേന സഹായുതായുധപരിവത്സരോ ഉപലക്ഷണം കാലം ജംബുദ്വീപപതിനാ ഭൗമസ്വർഗഭോഗാൻ ബുഭുജേ. തസ്യാമുഹവാ ആത്മജാൻ സരാജവര ആത്മീന്ദ്രോ നാഭി കിം പുരുഷാ ഹരിവർഷേളാവൃത രമ്യകാ ഹിരണ്മയ കുരു ഭദ്രാശ കേതുമാല സംജ്ഞാൻ നവപുത്രാൻ അജനയത്. സാ സൂത്വാധതുസൂതാൻ നവാനുവത്സരം ഗൃഹ ഏവാപഹായ പൂർവചിത്തിർഭൂയ ഏവാജം ദേവം ഉപതസ്തേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്കന്ധം 5 അധ്യായം 2 ശ്ലോകം 16. ന ത്വാം ത്യജാമി ദയിദം ദ്വിജദേവദത്തം യസ്മിൻ മനോ ഭൃഗവിനോ ന വിയാതി ലഗ്നം മാം ചാരു ശൃംഗർഹസി നേതുമനുവ്രതം തേ ചിത്തം യത പ്രതിസരന്തു ശിവാ സചിവ്യാ. വിവർത്തനം. ബ്രാഹ്മണരാൽ ആരാധിക്കപ്പെടുന്ന ബ്രഹ്മദേവൻ കാരുണ്യപൂർവ്വം എനിക്ക് നൽകിയതാണ് നിന്നെ. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ സന്ധിക്കാൻ സാധിച്ചത്. എന്റെ കണ്ണും മനസ്സും പിൻവലിക്കാനാവാത്ത വിധം നിന്നിൽ ഉറച്ചുപോയതിനാൽ നിന്റെ ചെങ്ങാത്തം ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. അതിസുന്ദരങ്ങളായ ഉന്നത സ്തനങ്ങളോടുകൂടിയ ഹേ സ്ത്രീയെ, ഞാൻ നിന്റെ അനുയായിയാണ്. നിനക്ക് എവിടേക്ക് വേണമെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ടുപോകാം. നിന്റെ സുഹൃത്തുക്കളും എന്നെ അനുഗമിക്കാം. ശ്ലോകം 17. ഇതിലലനാനുനയാതി വിശാരദോ ഗ്രാമ്യവൈദഗ്ധ്യയാ പരിഭാഷയാ താം വിബുധവധൂം വിബുധമതിരധിസ്തഭാജയാമാസ.
വിവർത്തനം. ശുകദേവ ഗോസ്വാമി തുടർന്നു. ദേവന്മാരുടെ ബുദ്ധിയുള്ള അഗ്നീന്ദ്ര മഹാരാജാവ് സ്ത്രീകളെ മുഖസ്തുതി പറഞ്ഞ് വശത്താക്കുന്ന കലയിൽ നിപുണനായിരുന്നു. അതിനാൽ അവന് ദേവലോകത്തിൽ നിന്ന് വന്ന ആ പെൺകുട്ടിയെ തന്റെ മോഹന വാക്കുകളാൽ വശത്താക്കാനും അവളുടെ ആനുകൂല്യം നേടാനും കഴിഞ്ഞു. ശ്ലോകം 18. സാ ച തതസ്തസ്യ വീരയൂഥപതേർബുദ്ധിശീലരൂപവയശ്രിയൗദാര്യേണ പരാക്ഷിപ്തമനാസ്തേന സഹായുതായുധപരിവത്സരോപലക്ഷണം കാലം ജംബൂദ്വീപപതിനാ ഭൗമസ്വർഗഭോഗാൻ ബുഭുജേ. വിവർത്തനം. ജംബൂദ്വീപിന്റെ രാജാവും വീരന്മാരുടെ നായകനുമായ അഗ്നീന്ദ്രന്റെ ബുദ്ധി, അറിവ്, യൗവനം, സൗന്ദര്യം, പെരുമാറ്റം, ഐശ്വര്യം എന്നിവകളാൽ ആകർഷിക്കപ്പെട്ട പൂർവചിത്തി അവനോടൊപ്പം അനേകം 10,000 വർഷം ലൗകികവും സ്വർഗീയവുമായ ആഡംബരങ്ങളോടെ സന്തോഷങ്ങൾ ആസ്വദിച്ചു. ശ്ലോകം 19. തസ്യാമുഹവാ ആത്മജാൻ സരാജവര അഗ്നീന്ദ്രോ നാഭികിം പുരുഷ ഹരിവർഷേളാവൃതരമ്യകഹിരൺമയ കുരുഭദ്ര ശ്വേകേതുമാലസജ്ഞാൻ നവപുത്രാനജനയത്. വിവർത്തനം. പൂർവചിത്തിയുടെ ഗർഭത്തിൽ അഗ്നീന്ദ്ര മഹാരാജാവിന് നാഭി കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശ്വൻ, കേതുമാലൻ എന്നിങ്ങനെ 9 പുത്രന്മാർ ജനിച്ചു. ശ്ലോകം 20. താസൂത്വാധസൂതാൻ നവാനുവത്സരം ഗൃഹ ഏവാപഹായ പൂർവചിത്തിർഭൂയ ഏവാജം ദേവമുപതസ്ഥേ. വിവർത്തനം. പൂർവചിത്തി വർഷം തോറും ഒരു പുത്രൻ എന്ന കണക്കിൽ 9 പുത്രന്മാർക്ക് ജന്മം നൽകി. പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ അവരെ ഗൃഹത്തിൽ ഉപേക്ഷിച്ച് അവൾ ബ്രഹ്മദേവനെ ആരാധിക്കുന്നതിന് വേണ്ടി വീണ്ടും അദ്ദേഹത്തെ സമീപിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീകാന്ത് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ കണ്ടു, പ്രിയവ്രതന്റെ പുത്രനായ അഗ്നീന്ദ്രൻ ഒരു പത്നിയെ ലഭിക്കണം, അതേപോലെ പുത്രൻ ഉണ്ടാകണം, പിതൃലോകത്തിലേക്ക് പോകണം, അവിടെ ജീവിതം ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് അഗ്നീന്ദ്രന്റെ ഉദ്ദേശം മനസ്സിലാക്കി. ഇദ്ദേഹത്തിന് പിതൃലോകത്തിലേക്ക് പോകാനാണ് ആഗ്രഹം. അതിന് വിവാഹം കഴിക്കണം, പുത്രൻ ഉണ്ടാകണം. പുത്രൻ ഇവിടെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യണം. ആ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം വർഷം, ഒരുപാട് കാലം പിതൃലോകത്തിൽ അവിടെ പുണ്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കാം. ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാതിരുന്നാലാണ് പിതൃക്കൾക്ക് ആ പിതൃലോകത്തിൽ നിന്ന് പുണ്യമൊക്കെ ക്ഷയിച്ച് പതന്തി പിതരോഹേഷാം ലുപ്തപിണ്ഡോദകക്രിയ. ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നുണ്ട്, ലുപ്തപിണ്ഡോദകക്രിയ, പിണ്ഡ ഉദകക്രിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ പതന്തി പിതരോ, പിതൃക്കളൊക്കെ ഭൂമിയിലേക്ക് തിരിച്ചു വീഴേണ്ടി വരും. മർത്യലോകം വിശന്തി, തിരിച്ചു വരേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അതിനെന്ത് വേണം? ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പുത്രനുണ്ടായിരിക്കണം. അതിന് വിവാഹം ചെയ്യണം. അപ്പോൾ ആ വിവാഹം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അഗ്നീന്ദ്രൻ തപസ് ചെയ്തിരുന്നത്. വിവാഹം മംഗളകരമായി നടക്കുന്നത്, ഒരു ദാമ്പത്യ ജീവിതം വിജയിക്കുന്നത് ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നമ്മൾ വായിച്ചു. ശ്രീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് വലിയ സന്തോഷമാണ്. ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാണ്, അവർക്ക് സത്സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ അവർ തയ്യാറാണെങ്കിൽ ബ്രഹ്മാവിന് അവരോട് വലിയ സന്തോഷമാണ്. അതാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയതിനു ശേഷം പറഞ്ഞത് തന്നെ, നിങ്ങൾ സത്സന്താനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് വിസ്തരിക്കുക. സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശബ്ദം യേശവോസ്തിഷ്ഠ കാമതം. പ്രജകളെ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും വർദ്ധിക്കുക, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം നിങ്ങൾക്കായി നൽകിയിട്ടുള്ള യജ്ഞത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ്. സഹയജ്ഞ പ്രജാസൃഷ്ട, യജ്ഞം ചെയ്ത് സന്തോഷത്തോടുകൂടി സന്താനങ്ങളോടുകൂടി ഇരിക്കുക. ഇതാണ് ബ്രഹ്മാവിന്റെ ആഗ്രഹം.
അപ്പോൾ അഗ്നീന്ദ്രനും ഒരു വിവാഹം ചെയ്യണം, സത്സന്താനങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തപസ് ചെയ്ത സമയത്ത് ബ്രഹ്മാവിന് വലിയ സന്തോഷമായി. ബ്രഹ്മാവ് ദേവലോകത്തുള്ള നർത്തകിയായ സുന്ദരിയായ പൂർവചിത്തി എന്ന് പറഞ്ഞിട്ടുള്ള അപ്സരസിനെ അഗ്നീന്ദ്രന്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. ഒരു അപ്സരസിനെ ആദ്യമായിട്ടാണ് അഗ്നീന്ദ്രൻ കാണുന്നത്. ഭൂമിയിലുള്ളവരെക്കാൾ എത്രയോ മടങ്ങ് സൗന്ദര്യമാണ് അപ്സരസുകൾ. അപ്പോൾ ഒരു അപ്സരസിനെ കണ്ട സമയത്ത് അഗ്നീന്ദ്രന്റെ മനസ്സ് വല്ലാതെ പൂർവചിത്തിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവൻ വളരെ വാചാലമായിട്ട് ചപലമായിട്ട് അവളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അവസാനം നമ്മൾ വായിച്ച ഈ ശ്ലോകത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഇനി എനിക്ക് നിന്നിൽ നിന്നും നിന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ആ പൂർവചിത്തിയിൽ അദ്ദേഹം അനുരക്തനായി. നത്വാം ത്യജാമി ദൈതം ദ്വിജദേവദത്തം. എന്താണ്? എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ളതാണ്, എനിക്ക് ബ്രഹ്മാവ് നിന്നെ തന്നിട്ടുള്ളതാണ്. നിന്നിൽ ഞാൻ ആകർഷിതനായി പോയി. ഇനി ഞാൻ നിന്റെ അനുയായിയാണ്, ഞാൻ നിന്റെ പിൻഗാമിയാണ്, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ പൂർവചിത്തിയുടെ മുന്നിൽ തന്റെ ജീവിതം അടിയറം വെക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കും. പൂർവചിത്തിയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ആകർഷിതനായി, ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് അഗ്നീന്ദ്രൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അഗ്നീന്ദ്രന്റെ ഒരു കഴിവ് കൂടിയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. അഗ്നീന്ദ്രൻ വിബുധമതി ആണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. ശ്രീശുഖ ഗോസ്വാമി പറയും, ഇദ്ദേഹം വളരെ സ്ത്രീകളോട് സംസാരിക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ളവനാണ്. ദേവന്മാരൊക്കെ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിബുധമതി എന്ന് പറയുന്നത്. ദേവന്മാരുടെ ബുദ്ധിയുള്ള അഗ്നീന്ദ്രൻ എന്നാണ് പറയുന്നത്. ദേവന്മാർക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ വലിയ വൈദഗ്ധ്യമാണ് എന്നാണ് പറയുന്നത്. അല്ലെ, ദേവലോകത്ത് ഇത് തന്നെയാണ്. സ്ത്രീ പുരുഷ സംവാദം, അവര് സല്ലാപം, ഇതൊക്കെ തന്നെയാണ് ഇന്ദ്രലോകത്ത് നടക്കുന്നത്. അപ്പൊ അതേപോലെ അഗ്നീന്ദ്രൻ പൂർവചിത്തിയോട് വളരെ വിദഗ്ധമായിട്ട് അവളെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ പൂർവചിത്തിക്കും യഥാർത്ഥത്തിൽ അവളുടെ സൗന്ദര്യത്തെയൊക്കെ പുകഴ്ത്തി പറഞ്ഞത് പൂർവചിത്തിക്കും വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ടാണ് അഗ്നീന്ദ്രൻ സംസാരിച്ചത് എന്നാണ് ഇവിടെ ശുകദേവ ഗോസ്വാമി പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിബുധമതി, ദേവന്മാരെ പോലെ സംസാരിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവനാണ് എന്നുള്ള കാര്യം അവിടെ ശുകദേവ ബ്രഹ്മർഷി എടുത്തു പറയുന്നു. അതിനുശേഷം അവർ വിവാഹം ചെയ്തു. പൂർവചിത്തിക്കും സമ്മതമായിരുന്നു അഗ്നീന്ദ്രനെ വിവാഹം ചെയ്യുന്നതിന്. കാരണം ഇദ്ദേഹം മനുവിന്റെ വംശത്തിലുള്ളതാണ്. അതേപോലെ ജംബൂദ്വീപിന്റെ മുഴുവൻ അധിപതിയാണ്. അല്ലെ, പ്രിയവ്രതൻ 7 മക്കൾക്ക് 7 ദ്വീപുകൾ വിഭജിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മധ്യത്തിലുള്ള ദ്വീപ് ജംബൂദ്വീപിന്റെ അധിപതിയാണ് അഗ്നീന്ദ്രൻ. അതുകൊണ്ട് തനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം, അഗ്നീന്ദ്രന്റെ കൂടെ കുറെ കാലം ജീവിക്കാം എന്ന് പൂർവചിത്തിയും വിചാരിച്ചു. അപ്പോൾ ജംബൂദ്വീപും ഒരു സ്വർഗം പോലെ ആയിരുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. സുഖദേവ ബ്രഹ്മർഷി പറയുന്നത് ജംബൂദ്വീപ് ഭൗമ സ്വർഗമാണ് എന്നാണ് 18-ാം ശ്ലോകത്തിൽ പറയുന്നത്. ജംബൂദ്വീപപതിന ഭൗമ സ്വർഗഭോഗാൻ. ഭൗമസ്വർഗമാണ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു 3 നിലവാരത്തിലുള്ള സ്വർഗങ്ങളുണ്ട്. ദിവ്യസ്വർഗം, ഭൗമസ്വർഗം, വിലസ്വർഗം എന്ന് പറഞ്ഞ് 3 നിലവാരത്തിലുള്ള സ്വർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ദിവ്യസ്വർഗം നമ്മൾക്കറിയാം, ഇന്ദ്രനൊക്കെയുള്ള മുഗൾ ലോകത്തിലുള്ള സ്വർഗം. ഭൗമസ്വർഗം, ഈ ജംബൂദ്വീപും ഭൗമസ്വർഗത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. ജംബൂദ്വീപില് നമ്മുടെ ഭാരതവർഷം ഒഴികെയുള്ള ബാക്കി 8 വർഷങ്ങളും സ്വർഗീയ തുല്യമാണ് എന്നാണ് പറയുന്നത്. അതെല്ലാം ഭോഗഭൂമികളാണ്. സ്വർഗീയമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ജംബൂദ്വീപിനെ ഭൗമസ്വർഗം എന്ന് പറയുന്നത്. ഇനി ജംബൂദ്വീപിലുള്ള വർഷങ്ങളെ കുറിച്ച് 9 വർഷങ്ങളെ കുറിച്ച് ഇനിയുള്ള ജംബൂദ്വീപ വർണ്ണനം എന്നുള്ള അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ഈ ഭൂമിയിലുള്ളതല്ല, ഭൂമിയുടെ പുറമെയുള്ള മറ്റു ലോകങ്ങളാണ്. അവിടെയുള്ള സൗകര്യങ്ങളൊന്നും ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഭാരതവർഷമായി
ത്തിന്റെ ഭാഗമായിട്ടുള്ള ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് ഭോഗഭൂമികളാണ്. സ്വർഗീയ നിലവാരത്തിലുള്ള ജീവിത സാഹചര്യമാണ് അവിടെയുള്ളത്. അവിടെയുള്ള നദികളും അവിടെയുള്ള ഫലവൃക്ഷങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭൗമസ്വർഗം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. ജംബൂദ്വീപപതിന ഭൗമസ്വർഗഭോഗാൻ ബുഭുജേ. ആ ഭൗമസ്വർഗത്തിൽ അവര് എത്ര കാലം ജീവിച്ചു? അയുധായുധ പരിവത്സരോ. അയുധായുധ പരിവത്സരോ. അയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 അല്ലെ? 1000 ആയുധം. അയുധായുധം 10,000 വർഷം അവർ ജീവിച്ചു എന്നാണ്. അങ്ങനെ അവർ 10,000 വർഷം ജീവിച്ചു. അവർക്ക് ഒരുപാട് കാലം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? സാധാരണഗതിയിൽ അപ്സരസുകൾക്ക് കുട്ടികളെ പ്രസവിക്കുന്ന സ്വഭാവമില്ല സ്വർഗീയ ലോകത്തിൽ. ഭൂമിയിൽ വരുമ്പോഴാണ് അവരെ ചിലപ്പോൾ പ്രസവിക്കുന്നത്. ഇനി പ്രസവിച്ചാൽ അവർ കുട്ടികളെ നോക്കൊന്നുമില്ല. കുട്ടികളെ നോക്കുന്നതൊന്നും അവരുടെ സ്വഭാവമല്ല. കാരണം ദേവലോകത്തിൽ അങ്ങനെ കുട്ടികളെ പരിപാലിക്കുന്ന അവസ്ഥയൊന്നുമില്ല. ഒരു ദേവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ വളരും. നോക്കി നിൽക്കുമ്പോൾ തന്നെ വളർന്ന് യൗവന പ്രായത്തിലേക്ക് വരും. അതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ വയറ് ചുമന്ന് നടന്ന് പ്രസവിച്ച് അതേപോലെ ഇത്രയും കാലം അവരെ പരിപാലിക്കേണ്ട അവസ്ഥയൊന്നും ദേവന്മാർക്കില്ല. അവർക്ക് അതിൽ പരിചയമില്ല. അതുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും പല ചരിത്രത്തിലും അപ്സരസുകൾ ഭൂമിയിൽ വന്നാലും അവർക്ക് കുട്ടികൾ ഉണ്ടായാലും അവർ കുട്ടികളെ ഉപേക്ഷിച്ചു പോകുന്നത് കാണാം. നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പല ഉദാഹരണങ്ങൾ അല്ലെ? പ്രംലോച എന്ന് പറഞ്ഞിട്ടുള്ള അപ്സരസ്, കണ്ടൂമുനിയും പ്രംലോചയും അവര് വിവാഹിതരായ അവർക്ക് കുട്ടിയുണ്ടായി. അല്ല, കുട്ടിയെ ഉപേക്ഷിച്ച് പ്രംലോച പോയി. കാരണം കുട്ടികളെ വളർത്തുന്നതൊന്നും അവര് ശീലിച്ചിട്ടില്ല അല്ല. ആരായിരുന്നു പ്രംലോചയുടെ കുട്ടി? ഹരേ കൃഷ്ണ. ശകുന്തള. ഹരേ കൃഷ്ണ. മാരീഷ അല്ലെ? മാരീഷയാണ് പ്രജേതസുകളെ വിവാഹം ചെയ്തത്. ദക്ഷന്റെ വംശം, പ്രാചീന പ്രദേശത്തിന്റെ മക്കൾ പ്രജേതസുകളെ വിവാഹം ചെയ്തത് വൃക്ഷങ്ങൾ വളർത്തിയ മാരീഷയായിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ല. മാരീഷ ഒരു അപ്സരസിന്റെ പുത്രിയാണ്. അതുകൊണ്ട് പ്രംലോജ അവളെ ഉപേക്ഷിച്ചു പോയി. അവളെ സോമദേവനാണ്, ചന്ദ്രദേവനാണ് അമൃതം കൊടുത്ത് വളർത്തിയത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ദേവലോകത്ത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വർഷം പാലൂട്ടി വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അവർക്ക് അമൃതം കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വളർന്നോളും. അതുകൊണ്ട് അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അവർ ഉപേക്ഷിച്ചു പോകും അല്ലെ? നമ്മൾ കണ്ടു വിശ്വാമിത്രനും മേനക അപ്സരസായിരുന്നു അല്ലെ? അവർക്കുണ്ടായ കുട്ടിയെ ആ അപ്സരസ് ഉപേക്ഷിച്ചു പോയി, മേനക ഉപേക്ഷിച്ചു പോയി അല്ലെ? ആരായിരുന്നു? അതാണ് ശകുന്തളയെ ഉപേക്ഷിച്ചു പോയി. അപ്പം അവർക്കത് ശീലമില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പൂർവ്വചിത്തിയും അതേപോലെ തന്നെ ഒരുപാട് വർഷം അഗ്നീന്ദ്ര മഹാരാജാവിനോടൊപ്പം ജീവിച്ചു. അയുധായുധ പരിവത്സരവും 10,000 വർഷം അവര് ജീവിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അവർക്ക് ഓരോ വർഷം അവസാന സമയമായപ്പോഴത്തേക്ക് പൂർവ്വജിത്തി തിരിച്ചു പോകാൻ ആയ സമയത്തേക്ക് ഓരോ വർഷവും പൂർവ്വജിത്തിക്ക് ഓരോ പുത്രൻ ജനിച്ചു എന്നാണ് പറയുന്നത്. ആ പുത്രന്മാരുടെ പേര് പറയുന്നുണ്ടോ? 9 പുത്രന്മാരാണ് പൂർവ്വജിത്തിക്ക് ജനിച്ചിട്ടുള്ളത്. നാഭി കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശൻ, കേതുമാൻ. ഇങ്ങനെ 9 പുത്രന്മാരാണ് പൂർവ്വജിത്തിക്കും അഗ്നീന്ദ്ര മഹാരാജാവിന് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ പേരുകൾ തന്നെയാണ് ജംബൂദ്വീപിന്റെ വർഷങ്ങളുടെ പേരുകൾ. ആദ്യമായിട്ട് ജംബൂദ്വീപം 9 വിഭാഗമായിട്ട് ഭരിച്ചത് ഈ 9 പുത്രന്മാരാണ്, അഗ്നീന്ദ്രന്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് അവരുടെ പേരുകൾ തന്നെയാണ് ജംബൂദ്വീപത്തിലുള്ള 9 വർഷങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശൻ, കേതുമാലൻ. ദീപത്തിന്റെ പേരാകുമ്പം നാഭം, അജനാഭം, കിംപുരുഷം, ഹരിവർഷം, ഇളാവൃതം, രമ്യകം, ഹിരൺമയം, കുരു,
ഭദ്രാശം കേതുമാലം. ഇങ്ങനെയാവും. അത്രയും. കേതുമാലൻ ഭരിച്ചത് കൊണ്ട് കേതുമാലം. ഹിരൺമയൻ ഭരിച്ചത് കൊണ്ട് ഹിരൺമയം. രമ്യകൻ ഭരിച്ചത് കൊണ്ട് രമ്യകം. ഇങ്ങനെ 9 വർഷങ്ങളായിട്ട് വിഭജിച്ച് അവർ പിന്നീട് ഭരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ 9 പുത്രന്മാരുടെ പേരുകളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പുത്രന്മാർ കുറച്ച് വളർന്നു കഴിഞ്ഞ സമയത്ത് പൂർവ്വജിത്തി അവരെയൊക്കെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം പൂർവ്വജിത്തിക്ക് ഡ്യൂട്ടി അവിടെ ബാക്കിയുണ്ട്. ദേവലോകത്തിലെ നർത്തകിയാണ്. കുറച്ചു കാലത്തേക്ക് ഭൂമിയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ച് പൂർവ്വജിത്തി പോയി. പൂർവ്വജിത്തി പോയ സമയത്ത് അഗ്നീന്ദ്രൻ എന്താണ് സംഭവിച്ചത്, അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ ഈ അധ്യായത്തിന്റെ അവസാനത്ത് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु जय ഗിരിജ മതി. हरे कृष्ण जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण कृष्ण